ഹലോ ഗൈസ്, മുടി ഒരു ആഭ്യന്തര പ്രശ്നമാണെന്ന് നാട്ടിൽ വന്ന് കാലുകുത്തിയപ്പോൾ തൊട്ട് മനസ്സിലായി. കാണുന്നവരെല്ലാം ചോദിക്കുന്നത് എപ്പോൾ എത്തി, പിന്നെ ചോദിക്കുന്നത് എപ്പോഴാണ് മുടി വെട്ടി. നാട്ടുകാരെന്ത് പറഞ്ഞാൽ ഐ ഡോണ്ട് കെയർ. ഒരാളി സീൻ ആയതുകൊണ്ടും നോമ്പ് തുറക്കാൻ ഫുഡ് കിട്ടാത്തതുകൊണ്ട് ഞാൻ മുടി വെട്ടാന്ന് ഞാൻ നേരെ ഈക്വൽസിലോട്ട് വന്നു. ഇവിടെ വന്ന് റിസ്വാംബായുടെ തല കൊടുത്താൽ മതി നസറാണ് പറഞ്ഞത്. റിസ്വാംബായുടെ കണ്ണൊന്ന് തെറ്റിയപ്പോൾ നോക്കാൻ നേരത്തെ അമീർ ബായി അറിയാം എന്റെ തലക്കിട്ട് മുടി വെട്ടുന്ന ആക്ഷനാണ്. ഐഡിക്ക് ചെറിയൊരു സജഷൻ ചോദിച്ചപ്പോൾ ബായി പറയാം മൊത്തം വെട്ടേണ്ട, നമുക്ക് ലെയർ ഇട്ട് സെറ്റപ്പ് ആക്കാം. വെറുതെ അമീറിനൊക്കെ ചോദിച്ചപ്പോൾ അവന് മോട്ടിവേഷൻ, അത് തന്നെ മോട്ടിവേഷൻ കൂടുതലിട്ടുണ്ട്. ഞാൻ ബായിയുടെ പറഞ്ഞു അന്ന് അത് തന്നെ ആക്കിക്കോളാം. നമ്മുടെ ഇഷ്ടത്തിന് ടൈം എടുത്താണ് ബായി സെറ്റപ്പ് ആക്കിയാണ് വെട്ടിത്തരുന്നത്. റിസ്വാംബായും കൂടുതലുള്ള ബായിമാർ രക്ഷയില്ല. അങ്ങനെ നീണ്ട നേരത്തെ പരിശ്രമത്തിനുള്ളിൽ ഒരുവിധം ഒരു സൈഡ് ആക്കി. അത് കഴിഞ്ഞപ്പോൾ നോക്കാൻ ബായിയുടെ ഒരു മലയാളം പാട്ട് അതൊന്നും കേട്ട് നോക്ക്. നീണ്ട നേരത്തെ പരിപാടികളിൽ ബായി ഈക്വലത്തിലാക്കി മാറണമേട്ടാണ്. എത്ര മുടി വെട്ടിയാലും പറയും ഇത് തലയോ മൊത്തം ഉണ്ടല്ലോ. എന്തായാലും ഞാൻ മുൻകൂർ ജാമ്യം എടുത്തിട്ട് അവിടെ നിന്ന് ഇറങ്ങി. അങ്ങനെ കാര്യങ്ങളൊന്നും വിചാരിച്ച പോലെ നടക്കാത്തതുകൊണ്ട് നേരെ ഈക്വൽസിലോട്ട് പിന്നെ നീണ്ട 1.5 വർഷമായിട്ട് ഞാൻ വളർത്തിയ മുടി അങ്ങ് മൊത്തം വെട്ടിക്കളന്ന് വിചാരിച്ചു. അങ്ങനെ ബായിയുടെ കൊണ്ട് തലവെടുത്ത് ബായി അടിപൊളിയാക്കി സെറ്റപ്പ് ആക്കി മനസ്സിലായി മുടി വെട്ടിയത് ഒരു ബെറ്റർ ഓപ്ഷൻ ആണ്. ഉമ്മത്തിന്ന് ചെലവ് മേടിക്കുന്ന കൂട്ടുകാരന്മാർ നമ്മളുള്ളത്. അതുകൊണ്ട് മുടി വെട്ടിന് ചെലവ് വേണമെന്ന് പറഞ്ഞ് നേരെ ബേബിച്ചിന്റെ കൂൾബാരെ വന്ന് അവിടെ നമ്മൾ ജ്യൂസ് കുടിക്കാന്ന് വിചാരിച്ചു. ഇവിടെ പുള്ളിയെ ഉണ്ടാക്കുന്ന ഫ്രൂട്ട് സലാഡും ഐസ്ക്രീമും എല്ലാ ഐറ്റവും കിട്ടും. നമ്മൾ ഓർഡർ ചെയ്തൊരു അങ്ങനെ ബൂസ്റ്റ് എല്ലാം കുടിച്ച് നമ്മൾ ഇനി വീട്ടിൽ പോകാന്ന് വിചാരിച്ചു. അടിപൊളി ബൂസ്റ്റ് ഒക്കെ ഇവിടെ വന്ന് കിട്ടും. അങ്ങനെ എല്ലാവരും വന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതല്ലാതെ നമ്മൾ വരെ ത്രിബിൾ വെച്ച് നേരെ വീട്ടിലോട്ട് കൊണ്ടുപോയി പുറകെ അമീറും. വീട്ടിലെത്തിപ്പോൾ ഒരാളെ സർപ്രൈസ് ആയിട്ട് തല കാണിച്ചപ്പോൾ ചിരിയാണ് കാണുന്നത്. ഈ 100 വാട്ടിന്റെ ചിരിക്ക് വേണ്ടി നമ്മൾ ഏതൊരറ്റം വരെയും പോകില്ല. മുടിയൊക്കെ നാളെ ആണെങ്കിലും വളരും. അതെല്ലാം നേരെ ഫുഡും കഴിച്ച് ഇനി കിടന്ന് ഉറങ്ങണം. അപ്പോൾ ഓക്കെ ബൈ.